الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജിന്റെ അകപ്പൊരുൾ 6ാമത്തെ ഭാഗമാണ് ഇത്. മിനായിലേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ദുൽഹിജ്ജ 7 തന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. 8 സുന്നത്തെങ്കിലും അവിടുത്തെ തിരക്കും മറ്റു സൗകര്യങ്ങളൊക്കെ നോക്കി 7 തന്നെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പോവുക, അല്ലെങ്കിൽ 8 പോവുക. 7 പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനായിലേക്കാണ് പോകുന്നത്. 6 ദിവസം മിനായിലുണ്ടാകും. 6 ദിവസം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെല്ലുന്ന ദിവസം 7, പിന്നെ മിനായിൽ രാപ്പാർക്കൽ സുന്നത്തായി 8 അന്നും മിനായിലുണ്ടാകും. 9 രാവിലെ അറഫയിൽ പോയി, പിന്നെ രാത്രി മുസ്ദലിഫയിൽ പോയി, പിറ്റേന്ന് 10 അന്ന് രാവിലെയാണ് മിനയിലെത്തുക. 9 ഉണ്ടാവില്ല, 10, പിന്നെ ആ 10 അന്ന് മിനയിൽ എറിയാൻ പോയി തവാഫും മുടികളയലും സയ്യൊക്കെ കഴിഞ്ഞ് തിരിച്ച് മിനയിലേക്ക് തന്നെ വരും. പിന്നെ 11, 12, 13 മിനയിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ 6 ദിവസം താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് മിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ ഇരിക്കണം. അതോടൊപ്പം തന്നെ ചെയ്യാൻ പോകുന്ന അമൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മിനായിൽ ശ്രദ്ധിക്കേണ്ട സാങ്കേതിക കാര്യങ്ങളോ അല്ലെങ്കിൽ മസ്അലാപരമായ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ആ സമയത്തൊരു ഹാജിയായ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് 5-6 കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മിന എന്നത് ജംറത്തുൽ അഖബ മുതൽ വാദി മുഹസ്സർ വരെയുള്ള നീണ്ട പ്രദേശമാണ് മിന എന്ന് പറയുന്നത്. കഅബയുടെ ഭാഗത്ത് നിന്ന് പോകുമ്പോൾ ആദ്യം നമ്മൾ ജംറത്തുൽ അഖബയുടെ ഭാഗത്താണ് എത്തുന്നത്. മിനയിലേക്ക് നമ്മൾ പോകുന്നത് പല റൂട്ടിലൂടെയാവാം. പക്ഷെ മക്കയിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം ജംറത്തുൽ അഖബയുടെ ഭാഗമാണ്. പിന്നെ അത് കഴിഞ്ഞ് മിന തുടങ്ങുകയാണ്, വിശാലമായ മിന. ജംറത്തുൽ അഖബയിൽ നമ്മൾ എത്തുമ്പോൾ ഹാജിമാരെ, നമ്മുടെ മനസ്സിൽ മിനായിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, അല്ലാഹുവേ, മിന എന്ന് പറയുന്നത് ജംറത്തുൽ അഖബ കൊണ്ട് തുടങ്ങുന്നതാണ്. പടച്ചവനെ, ജംറത്തുൽ അഖബയിലേക്ക് ഞാൻ പോകുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ മിനയിലേക്ക് ഞാൻ പോകുന്നത് എന്തിനാണ്? ഒന്നാമതായി നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, നമ്മൾ അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യാനാണ് പോകുന്നത്. മിനായിലേക്ക് പോകുന്നത് അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യാനാണ് പോകുന്നത്. എന്തിനാണ് ബൈഅത്ത്? എന്താ ബൈഅത്ത് ചെയ്യാൻ പോകുന്നത്? അള്ളാഹുവേ, നീ പറഞ്ഞതനുസരിച്ചാണ് ഇനി ഞങ്ങൾ ജീവിക്കുന്നത്. നിനക്ക് ഞങ്ങൾ എതിര് ചെയ്യുകയില്ല. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് ഏൽക്കുന്നു. അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇനി പോവുകയില്ല. അവിടുത്തെ ഞങ്ങളിതാ സംരക്ഷിക്കാൻ പോവുകയാണ് എന്ന ഒരു ബൈഅത്ത് നമ്മൾ എടുക്കാനാണ് പോകുന്നത് എന്ന ചിന്ത ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ കയറ്റിവെക്കണം. എന്താണ് ജംറത്തുൽ അഖബയുടെ പ്രത്യേകത? ആ ജംറക്ക് അഖബ എന്ന് പേര് വരാൻ എന്താ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ മുമ്പ് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഈ മിനയിൽ ജംറത്തുൽ അഖബയുടെ ഭാഗത്ത് വരും. മദീനയിൽ നിന്ന് വന്ന ചെറിയ സംഘത്തോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ആ സംഘം ഹബീബായ തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യുകയാണ്. നിങ്ങൾ മദീനയിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം. പിറ്റത്തെ വർഷം വീണ്ടും ഒരു വലിയ സംഘം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നുണ്ട്. തങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, തങ്ങൾ മദീനയിലേക്ക് വന്നാൽ മതി. ആ ബൈഅത്ത് നടന്ന സ്ഥലമാണ്, ആ ഉടമ്പടി നടന്ന സ്ഥലമാണ്. മിനായിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, അന്ന് അൻസാറുകൾ ഹബീബായ തങ്ങളോട് കൊടുത്ത ഉടമ്പടിയാണ്. നമ്മളും ആ ഉടമ്പടി ചെയ്യാനാണ് പോകുന്നത്, കേവലം ഒരു മിനായിൽ പോക്ക് അല്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. ഈ മിനായിൽ പോയ നമ്മൾ ഇനി ഹബീബായ തങ്ങളെ വേദനിപ്പിക്കരുത്. പലരും ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളായ നമ്മൾ കൂടെ ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ഹറാമ് ചെയ്ത് ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചാൽ ആ ഉടമ്പടി നടന്ന സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? നമ്മളൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടിക്കാണ് പോകുന്നത് എന്ന നിയ്യത്തോടു കൂടെ പോവുക. രണ്ടാമതായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്,
മിന എന്ന് പറയുന്നത് അതിനൊരു മറ്റു പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന 3 ആയത്തുകളുള്ള ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇറങ്ങിയ സ്ഥലമാണ് ഈ മിന. അവിടെ മുമ്പ് മസ്ജിദുൽ കൗസർ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് വികസനത്തിന്റെ ഭാഗമായി അതവിടെ ഇല്ല. പക്ഷേ ആ സൂറത്ത് ഇറങ്ങിയ സ്ഥലത്ത് ഈ പള്ളി മുമ്പ് ഉണ്ടായിരുന്നു. എന്താണ് ഇന്ന ആതൈനാക്കൽ കൗസർ? നബിയെ, തങ്ങൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു. വിശദമായ വ്യാഖ്യാനങ്ങളുണ്ട് അതിന്, പറഞ്ഞാൽ തീരാത്ത അത്രയും വ്യാഖ്യാനം. അതിന് അൽ കൗസർ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാമാണ് കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹൗദുൽ കൗസർ പെടും, അതിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകൾ പെടും, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകൾ പെടും. അങ്ങനെ തുടങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളും പെടും. ആ കൗസർ ഇറങ്ങിയ മണ്ണിലേക്ക്, സൂറത്തുൽ കൗസർ ഇറങ്ങിയ മണ്ണിലേക്ക്, ഹബീബായ തങ്ങൾക്ക് കൗസർ വാഗ്ദാനം ചെയ്ത മണ്ണിലേക്ക് പോകുമ്പോൾ ആ കൗസർ വാങ്ങാനായിരിക്കണം നമ്മളും പോകുന്നത്. പടച്ചവനെ, ഞാൻ മിനയിലേക്ക് പോകുന്നത് നിന്നോട് ഉടമ്പടി ചെയ്യാനും എൻ്റെ ഹബീബിനെ സംരക്ഷിക്കാനും അതുപോലെ ആ കൗസറിൽ നിന്നൊരംശം ഏറ്റുവാങ്ങാനുമാണ്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നാളെ എനിക്ക് ഹൗദുൽ കൗസർ കിട്ടണം, നാളെ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് ലഭിക്കണം എന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ മിനയിലേക്ക് പോവേണ്ടത്. മൂന്നാമതായി നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം, സ്വർഗം നേടാനാണ് നാം മിനയിലേക്ക് പോവേണ്ടത്. അതെന്താണ് മിനക്ക് സ്വർഗവുമായി ബന്ധം? മിനക്ക് സ്വർഗവുമായി വലിയൊരു ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മിന എന്ന പ്രദേശത്തിന് മിന എന്ന പേര് വരാൻ തന്നെ കാരണം എന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മിനയിൽ വെച്ച് സംഗമിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിരിയാൻ സമയമായപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു അത്രേ, നിങ്ങൾ എന്ത് ആഗ്രഹവും പറഞ്ഞോളൂ, നടത്തിത്തരാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് പറഞ്ഞ മറുപടി, അതമന്നൽ ജന്ന, ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്ഥലമാണല്ലോ, ആഗ്രഹിക്കാതിരിക്കോ? സ്വർഗം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ആ സ്വർഗം കണ്ടിട്ടില്ല കണ്ണുകൊണ്ട്. അത് കണ്ടാൽ നമുക്ക് എന്തൊരു ആഗ്രഹമായിരിക്കും അതിലേക്ക് ഉണ്ടാവുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എനിക്ക് സ്വർഗം ആഗ്രഹിക്കുന്നു ഞാൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഫസുമ്മിയത്തിലി ഉമ്നിയത്തി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തോടുള്ള ആഗ്രഹം ആ മിനയിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തുറന്നു പറഞ്ഞതിന് വേണ്ടിയാണ് മിന എന്ന പേര് വന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വർഗം ആവശ്യമില്ലേ? നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഹാജിമാർക്കും എല്ലാവർക്കും സ്വർഗം വേണം. ആ സ്വർഗം വേണമെന്ന ആഗ്രഹത്തോടെ, അത് നേടാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം പറഞ്ഞ ആ ഒരു സ്വർഗം നേടാനായിരിക്കണം നമ്മൾ അങ്ങോട്ട് പോവേണ്ടത്. നാലാമതായി നമ്മൾ മിനയിലേക്ക് പോകുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നിസ്കാരം നിർവഹിച്ച സ്ഥലമാണ് മിന. അവിടുത്തെ പാദം ഏറ്റ് പുളകിതമായ മണ്ണാണ് മിന. ആ മണ്ണിലേക്ക് പോകുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കാൻ പോകുന്നു എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം ദുൽഹിജ്ജ 8 അന്ന് ളുഹുർ മുതൽ ഇശാ വരെയുള്ള നിസ്കാരം മിനയിൽ വെച്ച് നിസ്കരിച്ചു. വൽ ഫജ്റ യൗമ അറഫ ദിവസത്തിന്റെ അന്നത്തെ സുബഹി നിസ്കാരവും തങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ടാണ് അറഫയിലേക്ക് പോയത്. 5 വക്ത് നിസ്കാരം അവിടെ നിസ്കരിച്ചു. എൻ്റെ റബ്ബേ, എൻ്റെ ഹബീബ് ഈ മിനയിൽ വന്ന് നിസ്കരിച്ച മണ്ണിലേക്ക് നിസ്കരിക്കാൻ ഞാനിതാ പോകുന്നു, അവിടെ പോയി നിസ്കരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇതൊക്കെ ഹജ്ജിന്റെ മിനയുടെ അകപ്പൊരുളുകളിൽപ്പെട്ടതാണ്. അഞ്ചാമതായി നമ്മൾ ഓർക്കേണ്ടത്, മിന എന്ന പേര് വരാൻ വേറൊരു കാരണം കൂടെയുണ്ട്. സുമ്മിയത്ത് ബിദാലിക ലിക്കസറത്തി മാ യുംനാ ബിഹാ മിനദ്ദിമാ. അവിടെ വെച്ച് ധാരാളം ഹജ്ജിന്റെ ഭാഗമായും അല്ലാതെയും അറവുകൾ ധാരാളം നടന്നിട്ടുണ്ട്. ധാരാളം മൃഗങ്ങളുടെ രക്തം അവിടെ ഒലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മിന എന്ന പേര് വന്നത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മൃഗത്തെ അറുക്കുന്നവരാവാം, ചിലപ്പോൾ അറുക്കേണ്ട ആവശ്യമില്ലാത്തവരാവാം. എന്തായാലും ഉളുഹിയ്യത്ത് എന്നൊരു അറിവ് സുന്നത്തുണ്ട്. ഏതായാലും മിനയിലേക്ക് പോകുമ്പോൾ
നമ്മുടെ ശരിക്കുള്ള അറിവ് നടന്നാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അറിവ് നടക്കണം. ഏതാണ് അറിവ്? നമ്മുടെ ശരീരത്തിൻ്റെ ചീത്തയായ മോഹങ്ങൾ, അതുപോലെ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളെയും ആ മിനയിൽ വെച്ച് അറുത്ത് കളയാനാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ത്രസിച്ചു നിൽക്കണം. മിനയിൽ പോകുന്നത് എന്തിനാണ്? ഞാൻ ചെയ്ത തെറ്റുകൾ, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോഹങ്ങൾ, ചീത്ത ചിന്തകൾ, ഇതിനെയെല്ലാം അറുത്ത് കളയുകയാണ്. ഇനി ചീത്ത ചിന്തകൾ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരില്ല. ഞാൻ ഇതുവരെ ചെയ്ത പാപവും പേറി ഇനി ഞാൻ നടക്കേണ്ടി വരരുത്. അതിന് വേണ്ട നല്ലൊരു തൗബ ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് വരൂ. എൻ്റെ പാപങ്ങൾ അറുത്തു കളയാനാണ് ഞാൻ ഈ മിനയിലേക്ക് പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കണം. ആറാമതായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച മണ്ണാണിത്. വഖദ് സകന സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിന അയ്യാമ തശ്രീക്. അയ്യാമ തശ്രീകിന്റെ ദിവസങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. പടച്ചവനെ, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച മണ്ണിൽ താമസിക്കാൻ ഞാൻ പോവുകയാണ്. അവിടുത്തെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ 6 ചിന്തകളും നമ്മുടെ ഉള്ളിൽ ത്രസിപ്പിച്ചുകൊണ്ടാണ്, ഒരാത്മീയ പരിവേഷത്തോടുകൂടെയാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. അതോടുകൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് ദ്വാരക്കാനുണ്ട്. നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ട കാര്യം, മിനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ എല്ലാ സ്ഥാനങ്ങളും മാറ്റിവെക്കുക. ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കാം, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കാം, മറ്റു സംഘടനകളുടെ നേതാവായിരിക്കാം, വലിയ പൊതുപ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ വലിയ ജോലിയുള്ള ആളായിരിക്കാം. പക്ഷേ ആ കുപ്പായൊക്കെ ഊരിവെച്ച് ഏകനായ റബ്ബിൻ്റെ മുന്നിൽ ഒരു യൂണിഫോമോടുകൂടെ ചെറിയ കുട്ടികളെപ്പോലെയാണ് മിനയിലേക്ക് ചെല്ലേണ്ടത്. ചെറിയ കുട്ടികൾ ബാപ്പാനോടും ഉമ്മാനോടും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി കരഞ്ഞ് പിന്നാലെ കൂടാറില്ലേ? അതുപോലെ കരയാൻ തയ്യാറുണ്ടെങ്കിലാണ് ഹാജി മിനയിലേക്ക് പോവേണ്ടത്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിക്കണം. ആ കണ്ണുനീര് മാത്രമാണ് നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുക, നമ്മളെ മാറ്റിയെടുക്കുക. ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞാലേ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ചെറിയ കുഞ്ഞിനെ പോലെ പാപങ്ങളില്ലാത്ത മനസ്സായി മാറുകയുള്ളൂ. ചെറിയ കുഞ്ഞിനെ പോലെ ആവണം, കരയണം, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദുആ ചെയ്തൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ർസുഖ്നി ഐനൈനി ഹത്താലൈനി. പടച്ചവനെ, നല്ലവണ്ണം കണ്ണുനീരൊലിക്കുന്ന കണ്ണുകൾ നീ എനിക്ക് നൽകണേ അല്ലാ. ആ കണ്ണുനീര് നമുക്ക് മിനയിൽ നിന്ന് ഒലിച്ചില്ലെങ്കിൽ, അറഫയിൽ നിന്ന് കണ്ണുനീരൊലിച്ചില്ലെങ്കിൽ, മുസ്ദലിഫയിൽ നിന്ന് കണ്ണുനീരൊലിച്ചില്ലെങ്കിൽ, കഅബയുടെ തിരുമുറ്റത്തിൽ നിന്ന് നമ്മൾ കരഞ്ഞില്ലെങ്കിൽ, പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുകൾ? പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുനീര്? അള്ളാഹു അവൻ്റെ മാർഗത്തിൽ കരയാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്ന ദ്വായാണ്, അല്ലാഹുമ്മ ർസുഖ്നി ഐനൈനി ഹത്താലത്തൈനി. പടച്ചവനെ, നല്ലവണ്ണം കണ്ണുനീരൊലിക്കുന്ന കണ്ണുകൾ നൽകണേ അല്ലാ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിനക്ക് ഒരിക്കലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ നീ വേറൊരു കാര്യമുണ്ട്, അത് ആലോചിച്ച് കരഞ്ഞോ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ, അതാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് ആലോചിച്ചുകൊണ്ട് കരച്ചിൽ ഉണ്ടാക്കിക്കോ. പിന്നീട് നീ ഓട്ടോമാറ്റിക്കായിട്ട് കരച്ചിൽ വന്നുകൊള്ളും എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ കരയുക, കരഞ്ഞു തോരക്കുക. പാവപ്പെട്ട ഈ ഹജ്ജിൻ്റെ ഗ്രൂപ്പിൽ സേവനം ചെയ്യുന്ന അഡ്മിന്മാരെ നിങ്ങൾ ഓർക്കുക, അവരൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയൊക്കെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കി മാറ്റുമാറാവട്ടെ. പ്രത്യേകം നിങ്ങളിൽ ദുആയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ ദുആയിൽ നിങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി